ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പള്ളിമുക്കില് ഇന്ന് തുടങ്ങിയ, അതായത് ഇന്നത്തെ ഡേറ്റ് 1/5/2026. അപ്പോൾ ഇന്ന് തുടങ്ങിയ പുതിയൊരു മന്തിയാണ് മക്ദൂം മന്തി. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ കൊല്ലം പള്ളിമുക്കിലെ പൂജ വെഡ്ഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മക്ദൂം മന്തി വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കുറച്ച് നാളായി ഈ മന്തി ഷോപ്പ് ഇവിടെ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഈ മന്തി ഷോപ്പിന്റെ ഉദ്ഘാടനം. അങ്ങനെ അതുപോലെ നമ്മൾ ഇത് പുതിയ മന്തിക്കടയല്ലേ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ നമ്മൾ കഴിക്കാനും വേണ്ടി നമ്മുടെ ആ മന്തി ഷോപ്പിലെത്തി. അപ്പോൾ തുടക്കം ഞാനിങ്ങനെ കയറി ചെന്നു. അതുപോലെ നല്ല ഇൻറ്റീരിയർ വർക്കും അതുപോലെ ഇതിൻ്റെ വാഷ്റൂം വരുന്ന ഈ ഒരു ഡിസൈനിലും കാര്യങ്ങളുമാണ്. അതുപോലെ അറബിക് ആ ഒരു സംഭവങ്ങൾ, ട്രഡീഷണൽ ആ ഒരു സംഭവങ്ങൾ ഇതാ ഈ ഒരു ഫോട്ടോയിലെല്ലാം കൊടുത്തിരിക്കുന്നു. ഇൻറ്റീരിയർ വരുന്ന ഇപ്പോൾ ഒട്ടുമിക്ക മന്തി ഷോപ്പിലും വരുന്ന ഈ ഒരു കളർ കോമ്പിനേഷനിലാണ്. അപ്പോഴവർക്ക് അവരുടെ മെനു വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മെനു ഒന്ന് പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കാം. എല്ലാ മന്തി ഷോപ്പിലും ഉള്ളതുപോലെ ഇവിടെയും റേറ്റൊക്കെ സെയിം ആണ്. പക്ഷേങ്കിൽ ഇവർ അൺലിമിറ്റഡ് റൈസ് അല്ല. 2 പേര് ഹാഫ് മന്തി വാങ്ങുകയാണെങ്കിൽ അവർ അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കൊടുക്കും. എന്നാൽ 3 പേര് ഹാഫ് മന്തിയാണ് വാങ്ങുന്നതെങ്കിൽ അൺലിമിറ്റഡ് റൈസ് അവർ തരത്തില്ല. അതുപോലെ അവരെന്ത് ചെയ്യും, ഈ 3 പേർക്കും, അതായത് ഈ മൂന്നാമത്തെ ആളിന് ക്വാർട്ടർ മന്തി വാങ്ങിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അൺലിമിറ്റഡ് റൈസ് ഉള്ളൂ. അപ്പം അതുപോലെ ക്വാർട്ടർ മന്തി തന്നെ വാങ്ങണം. പീസായിട്ട് വാങ്ങിയാലും അൺലിമിറ്റഡ് റൈസ് തരത്തില്ല. നമ്മുടെ രണ്ടാം കുറ്റിയിലുള്ള കൈഫാനിലൊക്കെ അൺലിമിറ്റഡ് റൈസാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മളോട് അവിടുത്തെ ഓർഡർ എടുക്കാമെന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു. ഓർഡർ തരാൻ പറഞ്ഞു. അങ്ങനെ കുഴിമന്തി ആണെങ്കിൽ അത് വളരെ ടൈം എടുക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ ഫഹം ഐറ്റംസ് ആണെങ്കിൽ പെട്ടെന്ന് തരാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ മെക്സിക്കൻ ഫഹം മന്തിയാണ് കൊടുത്തിരുന്നത്. ഈ മെക്സിക്കൻ ഫഹം മന്തി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ ചെറുതായെന്നോ അങ്ങനത്തെ കാരണങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ കസ്റ്റമറിന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. നമുക്കറിയാം, ഒരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വരുന്നതെന്ന് തന്നെ വളരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കസ്റ്റമറിനോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ് എങ്ങനെ കൊടുക്കണം, അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അത് ആ ഒരു കാര്യം പറഞ്ഞു വളരെയധികം ശരിയാണ്. നമ്മൾ ആദ്യം എന്താണ് നമ്മൾ അവിടെ പ്രതീക്ഷിച്ച് പോകുന്നത്, ആ ഒരു സംഭവം നമുക്ക് ആ ഒരു സംഭവം കിട്ടിയാൽ നമ്മൾ വീണ്ടും അവിടെ എത്തും. അപ്പോൾ വളരെ വിഷമത്തോടെ പറയട്ടെ, നമ്മൾ ആ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന്, അതായത് ഇത്രയും മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്നാവട്ടെ അങ്ങനെ ഒരു കസ്റ്റമറിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം. അതൊക്കെ കൊണ്ട് ടെൻഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ എന്നാലും പറയുകയാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് കസ്റ്റമർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുണ്ടായി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്തടുത്ത നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും മഅസ്സലാം.